സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസം ദൈവാത്മാവ് നമ്മോട് ധൈര്യവും ബലവും പകർന്നു തരുവാൻ, ആത്മീക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിലൂടെ ബോധ്യപ്പെടുത്താൻ, ഈ ലോകത്തിൽ നാം തനിച്ചല്ലെന്നും നമ്മുടെ സൃഷ്ടാവ് നമ്മെ അറിയുന്നുണ്ടെന്നും നമ്മെ കരുതുന്നുണ്ടെന്നും നമ്മളെ ബോധ്യമാക്കാൻ ഈ വക ചിന്തകളാൽ ഓരോ ദിവസവും നമുക്ക് നൽകിത്തരുന്ന ഇമ്പമുള്ള വചനങ്ങൾക്ക്, ശക്തിയുള്ള ദൂതുകൾക്ക് ദൈവത്തോട് നന്ദിയും സ്തുതിയും സ്തോത്രവും കരേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുമുമ്പാകെ കർത്താവിൻ്റെ നല്ല അനുഗ്രഹങ്ങൾക്ക് എത്ര സ്തുതിച്ചാലും മതി വരില്ല. എങ്കിലും എൻ്റെ ഹൃദയം തുറന്ന് ദൈവത്തിന് ആയിരം സ്തോത്രവും സ്തുതിയും മഹത്വവും സ്വർഗത്തിലേക്ക് കരയേറ്റിക്കൊണ്ട് വചനം കേൾപ്പാൻ തൽപരരായ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ 2 കൊച്ചു വാചകങ്ങൾ വായിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. ഇനി അതിൻ്റെ 11-ാം വാക്യം. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം കളത്തിലെ സംഭവങ്ങളാണ് 3-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. 2-ാം അധ്യായത്തിലാകട്ടെ വയലിലെ സംഭവങ്ങൾ. 2 ഭാഗമാണ് വയലിന്. 1 വിതയും കൊയ്ത്തും എല്ലാം നടക്കുന്ന വയൽ, 2 മെതിയും കളപ്പുരയിലേക്ക് നൽമണികൾ ചേർത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുന്ന കളം. ഇങ്ങനെ 2 ഭാഗങ്ങൾ വയലിനോട് ബന്ധപ്പെട്ടുണ്ട്. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായവും 3-ാം അധ്യായവും ഈ 2 ഭാഗങ്ങളെ വ്യക്തമായി ചിത്രീകരിക്കുന്നതാണ്. 2-ാം അധ്യായത്തിൽ രൂത്ത് കാലപിറക്കി വയലിലൂടെ, ബോവസിൻ്റെ വയലിലൂടെ നടക്കുകയാണ്. 3-ാം അധ്യായത്തിൽ കളത്തിൽ അങ്ങനെ ആരും ചെല്ലാറില്ല, പ്രത്യേകിച്ച് കാല പെറുക്കുന്നവർ. നവോമിയുടെ ഉപദേശം കേട്ട് രൂത്ത് ബോവസിൻ്റെ കാൽക്കൽ പുതപ്പ് മാറ്റി ആ കാൽക്കൽ കിടക്കുകയാണ് കളത്തിൽ. പോകാൻ നേരത്ത് എവിടേക്ക്? ബോവസിൻ്റെ അടുക്കിലേക്ക് പോകാൻ നേരത്ത് നവോമി നിർബന്ധിച്ചാണ് വിട്ടത്. പോകാൻ നേരത്ത് പറഞ്ഞു വിട്ടത് ഇപ്രകാരമാണ്. അതാണ് നമ്മൾ 4-ാം വാക്യത്തിൽ വായിച്ചത്. നവോമി പറയുന്നു, മോളെ, നീ അതിരാവിലെ അവിടെ ചെന്ന്, ഈ രാത്രിയിൽ തന്നെ അവിടെ ചെന്ന് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി, ബോവസ് കളത്തിലുണ്ട്, നീ ആ കാൽക്കൽ പോയി കിടക്ക. അടുത്ത വാചകം, നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. ആദ്യത്തെ ഭാഗത്ത് അറിവുള്ളൊരമ്മ, അനുഭവസമ്പന്നയായ ഒരു മാതാവ് യൗവനക്കാരിയായ മകളോട് പറയുക, ഇനി നിൻ്റെ കാര്യം എന്താകും, നിൻ്റെ ഭാവി എന്താകും, ഇനി നിൻ്റെ സ്ഥിതി എന്താകും എന്ന് എനിക്ക് നിശ്ചയിക്കാൻ പറ്റുന്നില്ല. അമ്മയാണെങ്കിലും നിനക്ക് സ്നേഹമുണ്ടെങ്കിലും നിൻ്റെ നാളുകളെ കാണാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. അതിനുള്ള ത്രാണി എനിക്കില്ല. നിന്നെ ഒരു വിധത്തിനും സഹായിപ്പാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഞാനൊരു വഴി പറഞ്ഞു തരാം. നീ ആ കാൽക്കൽ പോയി കിടക്ക്. നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബോവസ് നമ്മുടെ കർത്താവിന് നിഴലാ, വീണ്ടെടുപ്പുകാരന് നിഴലാ കേട്ടോ. വീട്ടിലാർക്കും സ്നേഹമുണ്ടെങ്കിലും നിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും, നിനക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു തരാൻ വീട്ടിലാർക്കും കഴിയാത്ത നിസ്സഹായ സാഹചര്യങ്ങൾ കണ്ടേക്കാം ഏറ്റവും പ്രിയപ്പെട്ടവർക്ക്. പക്ഷെ അവിടെയും വീണ്ടെടുപ്പുകാരൻ്റെ കാൽക്കൽ നീ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ മനസ്സുള്ളവൻ്റെ അടുക്കൽ നീ എത്തിച്ചേർന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും എന്നാണ് അമ്മ പറഞ്ഞു വിട്ടത് കേട്ടോ. സംഭവിച്ചതാണ് ഞാൻ 2ാമത് വായിച്ച 11-ാമത്തെ വാക്യത്തിൽ. 11-ാമത്തെ വാക്യത്തിൽ രൂത്ത് അമ്മ പറഞ്ഞത് കേട്ടോ. അമ്മയോട് പറഞ്ഞ, അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. അങ്ങനെയുള്ള പിള്ളേരും പ്രത്യേകിച്ച് മരുമക്കളൊക്കെ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവൾ പറഞ്ഞ, അമ്മയുടെ പണി നോക്കിക്കോ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യക്കാരിയല്ല. അമ്മ പറഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം അമ്മ. അങ്ങനെ പറഞ്ഞ് അവിടെ ചെല്ലുക. അനുസരണത്തോടെ ഒരമ്മയുടെ വാക്ക് കേട്ട് വീണ്ടെടുപ്പുകാരൻ്റെ കാൽക്കലേക്ക് ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറഞ്ഞു തരും എന്ന അമ്മ പറഞ്ഞത് കേട്ട് അവിടെ ചെല്ലുക. അവിടെ ചെന്ന് കാൽക്കൽ കിടന്നു. ബോവസ് അവളെ കണ്ടു.
പെട്ടെന്ന് തട്ടി ഉണർത്തി, നീ എന്തവിടെ എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും ബോവസ് വലിയ ഒരു കാൽക്കുലേറ്റർ എടുത്ത് വെച്ച്, വലിയൊരു കമ്പ്യൂട്ടർ എടുത്ത് വെച്ച്, ഓക്കെ ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് ഗൂഗിൾ തപ്പിയിട്ട് ഇങ്ങനെയുള്ള ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കി എന്തോ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു, ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തെന്നല്ല 11-ാം വാക്യം. 11-ാം വാക്യത്തിൽ ബോവസ് അവളോട് പറയുകയാണ്, മകളെ ഭയപ്പെടണ്ട, നീ ചോദിക്കുന്നത് എന്തും ഞാൻ ചെയ്തു തരാം, പറഞ്ഞു തരും എന്നും പറഞ്ഞുകൊണ്ട് അമ്മ വിട്ടത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞതിനേക്കാൾ കേട്ടതിനേക്കാൾ അപ്പുറം ബോവസ് അവളോട് പറയുക, കുറേ തിയറി നിനക്ക് പറഞ്ഞു തരികയല്ല, കുറേ ഐഡിയകളും കുറേ പോയിൻ്റുകളും നിനക്ക് പറഞ്ഞു തരികയല്ല, ഞാൻ നിനക്ക് ചിലത് ചെയ്തു തരാം. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെയാണ് കാണുന്നത് കേട്ടോ. ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയല്ല, ഒരു രൂത്തിനെയും ഒരു ബോവസിനെയല്ല. കർത്താവിൻ്റെ കാൽക്കൽ ചെല്ലുന്ന ഒരു സാധുവായ, ജീവിതം തകർന്നു പോയ, ആരാലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരുമാതിരിപ്പെട്ടവർക്ക് ഇനി നിനക്ക് എന്ത് ചെയ്താൽ രക്ഷപ്പെടാം എന്ന് ഒരു ഐഡിയ പറഞ്ഞു തരാൻ, ഒരു വഴി പറഞ്ഞു തരാൻ കഴിയാത്ത സാഹചര്യത്തിൽ കർത്താവിൻ്റെ കാൽക്കലേക്ക് ചെന്നത് ആരോ പറഞ്ഞു, മോളെ നീ അങ്ങ് ചെല്ല്, അവിടെ ചെല്ലുമ്പോൾ നീ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമെന്ന്. പക്ഷേ നീ വന്നതെവിടാ? മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ. ബോവസിനെ മാറ്റി നിർത്തുകയാണ് കേട്ടോ. സാക്ഷാൽ വീണ്ടെടുപ്പുകാരൻ കർത്താവാണ്. ആ കാൽക്കൽ ചെന്നപ്പോൾ കർത്താവ് പറയുക, ബാ ചില കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നല്ല, ഞാൻ നിനക്ക് ചെയ്തു തരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സർവശക്തൻ പറഞ്ഞു തരുന്നവനാണ്, ശാസിക്കുന്നവനാണ്, തർജ്ജനം ചെയ്യുന്നവനാണ്, ഉപദേശിക്കുന്നവനാണ്, പറഞ്ഞു തരുന്നവനാണ്. പക്ഷേ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ പരിശോധിക്കണം കേട്ടോ. എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നും ചിലപ്പോൾ ശാസിച്ചുകൊണ്ട്, നിന്നോട് പറഞ്ഞ മനസ്സിലായില്ലടാ എന്ന് ചോദിച്ച് ഒരപ്പനെ പോലെ ഗൗരവത്തോടെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് കേൾക്ക്, പറഞ്ഞു തന്നതിനേക്കാൾ 1000 മടങ്ങ് അധികം എനിക്ക് ചെയ്തു തന്നതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് പറഞ്ഞു തരുന്നതിനേക്കാൾ ഇഷ്ടം ചില കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. അതെ, അതാ ദൈവം. കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിരിക്കുന്ന ഒരു ഗണികനല്ല, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിരിക്കുന്ന ഒരു ഉപദേഷ്ടാവല്ല, ഒരു ഒരു അഡ്വൈസറല്ല. എൻ്റെ ദൈവം ആ റോഡിലൊന്നുമല്ല ഇരിക്കുന്നത്. കർത്താവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ പല പേരുകളുണ്ട്. പക്ഷേ യഹൂദന്മാർ പലരും യേശു ഐഹികമായിട്ട് ഭൂമിയിലായിരുന്ന സമയത്ത് അവർ കൊള്ളാവുന്നവർ പലരും ചെന്നിട്ട് പറഞ്ഞത്, ഗുരു നീ നേരായി ഉപദേശിക്കുന്നവനാണ്, നീ സത്യം മാത്രം പറയുന്നവനാണ്, നിൻ്റെ ഉപദേശം ശ്രേഷ്ഠമാണ് എന്നൊക്കെ പറഞ്ഞത്, നിൻ്റെ വാക്കുകൾ ലാവണ്യമാണ്. അപ്പോൾ അവർ പലരും ഇങ്ങനെ കേട്ടുള്ളൂ, പറഞ്ഞു തരുന്നതേ കേട്ടുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ തിരുസഭ, കർത്താവിൻ്റെ കാൽക്കൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ വീണ്ടെടുപ്പ് ലഭിച്ച ദൈവമക്കൾ, അവർക്ക് കർത്താവ് പറഞ്ഞു തരുന്നതിനേക്കാൾ അധികം ചെയ്തു തരികയാണ്. കർത്താവിനിഷ്ടം നിനക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പകൽക്കാലം യേശുവിനെ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ മുമ്പിലേക്ക് കുറച്ചുകൂടെ തുറന്നു കാട്ടി, കുറച്ചുകൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ കർത്താവിനെ കൈപിടിച്ച് കയറ്റി നിർത്തുക. നിങ്ങൾ കണ്ടോ ഈ വീണ്ടെടുപ്പുകാരനെ? കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന ഒരു സ്കൂൾ അധ്യാപകൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെയുള്ള നല്ല അധ്യാപകർ നിമിത്തമാണ് നമ്മൾ ഇത്രയൊക്കെ തെളിഞ്ഞത്. ഒരു കർത്തൃദാസൻ വീട്ടിൽ വന്ന് പല കാര്യങ്ങളും പറഞ്ഞു തരും. ഒരു പ്രഭാഷകൻ വേദിയിൽ നിന്ന് പല കാര്യങ്ങൾ പറഞ്ഞു തരും. ഇത് പറഞ്ഞു തരുന്നവർ ഒത്തിരി പേരുണ്ട്, പക്ഷെ ചെയ്തു തരുന്നവർ ചുരുക്കമാണ്. കർത്താവ് കുറേ കാര്യങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു തരികയല്ല, നമുക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു തരികയാണ്. എന്താണെങ്കിലും ആ കാൽക്കൽ വരെ എത്തണോട്ടോ. പറഞ്ഞു തരും എന്ന് വിചാരിച്ചൊരു പ്രാർത്ഥനയ്ക്ക് വന്നത്. കർത്താവ് ചില കാര്യങ്ങൾ നമുക്ക് കാട്ടിത്തരും, പറഞ്ഞു തരും എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു പ്രാർത്ഥനാ കൂടാരത്തിലേക്ക്, ഒരു ദൈവദാസൻ്റെ അടുക്കലേക്ക്, ഒരാത്മീക സദസ്സിലേക്ക്
എനിക്കുള്ള വഴി പറഞ്ഞു തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെന്നത്. പക്ഷെ പല യോഗത്തിലും ഞാൻ കണ്ടിട്ടുള്ളത്, ആത്മസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, പരിശുദ്ധാത്മ പ്രവൃത്തി നടക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവിൻ്റെ കരം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ പ്രസംഗിക്കുന്നതിനിടയിൽ, ആരാധിക്കുന്നതിനിടയിൽ, ഉപദേശിക്കുന്നതിനിടയിൽ കർത്താവ് പലത് ചെയ്യാൻ തുടങ്ങും. പ്രിയരേ, കാൽക്കലേക്ക് വരണം കേട്ടോ. കരയിലിരുന്ന് വാക്കുകൾ മാത്രമല്ല, കർത്താവിൻ്റെ തിരുസാന്നിധ്യമുള്ള, ആത്മശക്തി പകരപ്പെടുന്ന, ദൈവപ്രവൃത്തികൾ നടക്കുന്ന, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ തിരുമുഖത്വം വെളിപ്പെടുന്ന അവൻ്റെ കൂട്ടായ്മയിൽ, ആ കാൽക്കൽ, ആ പുതപ്പിന് കീഴെ, ഞാനതിനെ വ്യാഖ്യാനിക്കുന്നില്ല, അതിന് കീഴെ അവൻ പലതും ചെയ്തു തരികയാണ്. അകലെ നിൽക്കരുത്. ഉപദേശം കേട്ട് മാത്രം പോകരുത്. പ്രസംഗം കേട്ട് നല്ലതാണെന്ന് പറഞ്ഞ് നിൽക്കരുത്. നീ ആ പുതപ്പിന് കീഴെ വാ, ആ കാൽക്കൽ വാ. ആത്മീക കൂട്ടായ്മയിൽ, ആരാധിക്കുന്നവരുടെ നടുവിൽ, ക്രിസ്തു ഉള്ള ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ വാ. അവിടെ വരുമ്പോൾ അവൻ പറഞ്ഞു തരികയല്ല, ചെയ്തു തരും. ഞാൻ നിനക്ക് ചെയ്തു തരാം. കർത്താവ് ചെയ്തു തന്നാൽ എന്തായിരിക്കും ദൈവമക്കളെ? ബാക്കിയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഊഹിച്ചു, നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ ധ്യാനിച്ചു. ഞാൻ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ ഈ വിത്ത് വിതച്ച് പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. ഞാൻ ഒന്നോടെ പറയുന്നു, അവൻ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ ചെയ്തു തരും. അതിന് തൃക്കാൽക്കലെത്തണം, ആ പുതപ്പിൻ്റെ കീഴെ എത്തണം, ആ മഹിമയുടെ കീഴെ, ആ തേജസ്സിൻ്റെ കരങ്ങൾക്ക് കീഴെ, അവൻ്റെ കൂട്ടായ്മയിൽ ഒരു ഭാഗമാകണം. അവൻ ചെയ്തു തരാൻ തുടങ്ങും. അത് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്കുകൾ വെച്ച് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനേക്കാൾ അധികം അങ്ങ് ചെയ്തു തന്നതാ. വീണ്ടും ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അവർ അകന്നു നിൽക്കാതെ അങ്ങയുടെ പുതപ്പിന് കീഴെ, ആ കരങ്ങൾക്ക് കീഴെ, തക്ക സമയത്തുയർത്തുന്ന ബലമുള്ള കൈക്കീഴെ വരുമ്പോൾ, അപ്പാ, അങ്ങ് ചെയ്തു കൊടുക്കണം. ആർക്കും ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് ദൈവം ചെയ്തു കൊടുക്കണം. നാഥ, ആരെങ്കിലും ഈ വാക്കൊക്കെ കേട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നാൽ അങ്ങ് ചെയ്തു കൊടുക്കണേ. അത് അത്ഭുതമാകണേ, ആശ്ചര്യമാകണേ. ആരും ചെയ്തു കൊടുക്കാത്തത് സർവശക്തൻ ചെയ്തു കൊടുക്കണമേ അപ്പ. ഞങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തു തരാൻ മനസ്സുള്ള ദൈവത്തിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.